സ്വത്തുക്കൾ അനാഥാലയത്തിന് എഴുതിവെച്ച് ബന്ധുക്കളോട് താൽപ്പര്യമില്ലെന്ന് പറയാതെ പറഞ്ഞ് മരണത്തിലേക്ക് നടന്നുകയറിയ ആ കുടുംബത്തിന് ഒടുവിൽ ചിതയൊരുങ്ങിയതും എറണാകുളത്തെ മണ്ണിൽ. വടുതലയിലെ വാടക വീട്ടിൽ ജീവനൊടുക്കിയ തിരുവനന്തപുരം സ്വദേശികളായ 5 പേരുടെയും സംസ്കാരം ബന്ധുക്കളുടെ നിസ്സഹകരണം മൂലം എറണാകുളത്ത് നടത്തി. വടുതല ശ്മശാനത്തിലായിരുന്നു ചടങ്ങുകൾ. പോലീസ് വിവരമറിയിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം വിളപ്പിൻശാലയിൽ നിന്ന് ശ്രീകുമാരിയുടെ സഹോദരനടക്കമുള്ള അടുത്ത ബന്ധുക്കൾ എത്തിയെങ്കിലും മൃതദേഹങ്ങൾ ഏറ്റെടുക്കാൻ ഇവർ തയ്യാറായില്ല. തുടർന്ന് ഇവരുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് സംസ്കാരം കൊച്ചിയിൽ തന്നെ നടത്തിയത്. വിളപ്പിൻശാല കാരോട് കാവുവിള പരേതനായ ജി സുരേന്ദ്രൻ നായരുടെ ഭാര്യ വൈ ശ്രീകുമാരി, മകൾ അശ്വതിയുടെ മക്കളായ കാർണിവൻ, കീർത്തിവൻ, അക്ഷിത എന്നിവരുടെ ചേതനയറ്റ ശരീരങ്ങളാണ് ബന്ധുക്കൾ പോലുമില്ലാത്ത നാട്ടിൽ എരിഞ്ഞടങ്ങിയത്. ശ്രീകുമാരിയും അശ്വതിയും തൂങ്ങി മരിച്ച നിലയിലും കുട്ടികൾ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിലുമായിരുന്നു. കഴിഞ്ഞ ജൂലൈയിൽ അശ്വതിയുടെ ഭർത്താവ് അശ്വന്ത് ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ അനുഭവിക്കേണ്ടി വന്ന കടുത്ത ഒറ്റപ്പെടലും മാനസിക വിഷമങ്ങളുമാണ് കൂട്ട ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. പോലീസ് കണ്ടെടുത്ത ആത്മഹത്യക്കുറിപ്പിൽ അശ്വതിയുടെ ഭർത്താവിന്റെ സുഹൃത്തുക്കൾക്കും ഭർത്തൃമാതാവിനും അയൽവാസികൾക്കുമെതിരെ ഗുരുതരമായ ആരോപണമുണ്ട്. ഭർത്താവിന്റെ മരണശേഷം തങ്ങൾ നേരിട്ട അവഗണനയും പീഡനങ്ങളും കത്തിൽ അക്കമിട്ട് നിരത്തുന്നു. സ്വന്തം വീടിനടുത്ത് അയൽവാസികളുമായി നിലനിന്നിരുന്ന തർക്കങ്ങളെക്കുറിച്ചും കത്തിൽ സൂചനയുണ്ട്. കുറിപ്പിൽ പരാമർശിക്കുന്നവരിൽ നിന്ന് അടുത്ത ദിവസങ്ങളിൽ പോലീസ് മൊഴിയെടുക്കും. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുമോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണ്. തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വീടും സ്ഥലവും മറ്റ് സ്വത്തുവകകളും അർഹതപ്പെട്ട അനാഥാലയത്തിന് വിട്ടു നൽകണമെന്നാണ് അശ്വതി കുറിപ്പിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ പോകുന്നു എന്ന വാക്കുകളോടെയാണ് കത്ത് അവസാനിക്കുന്നത്. ബന്ധുക്കളുമായി അകന്നു നിന്നിരുന്ന കുടുംബം ആരോടും മിണ്ടാതെയും പുറംലോകവുമായി ബന്ധപ്പെടാതെയുമാണ് വടുതലയിലെ ആഡംബര വില്ലയിൽ കഴിഞ്ഞുകൂടിയിരുന്നത്. ഒടുവിൽ മരണശേഷവും ആ അകൽച്ച തുടർന്ന ബന്ധുക്കൾ മൃതദേഹം പോലും വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. അശ്വതിയുടെ മകന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് 2 മാസം മുമ്പ് ഇവർ കൊച്ചിയിലേക്ക് മാറിയത്. 45,000 രൂപ വാടകയുള്ള വില്ലയിൽ സാമ്പത്തിക പ്രയാസങ്ങളൊന്നുമില്ലാതെയാണ് ഇവർ കഴിഞ്ഞിരുന്നതെന്ന് പോലീസ് പറയുന്നു. വീട് ഒഴിയുകയാണെന്ന് അറിയിച്ച് വാടക മുഴുവൻ വീട്ടുടമസ്ഥന് നൽകിയ ശേഷമായിരുന്നു 5 പേരും മരണത്തിലേക്ക് നടന്നത്. കുട്ടികളെ പുതുവസ്ത്രങ്ങൾ അണിയിച്ചും കണ്ണടകളും കൂളിംഗ് ഗ്ലാസുകളും വെപ്പിച്ചും ഒരുക്കിയ ശേഷമാണ് വിഷം നൽകിയതെന്ന് സംഭവസ്ഥലത്തെത്തിയവർ നടുക്കത്തോടെ ഓർക്കുന്നു. കേസിൽ എറണാകുളം നോർത്ത് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അമ്മയുടെയും സഹോദരിയുടെയും മൃതദേഹങ്ങൾ പോലും ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകാൻ താൽപ്പര്യമില്ലെന്ന് സഹോദരൻ നിലപാടെടുത്തതോടെയാണ് വടുതല ശ്മശാനത്തിൽ സംസ്കാരം നടന്നത്. പോലീസ് കണ്ടെടുത്ത 2 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ അശ്വതിയുടെ ഭർത്താവിന്റെ സുഹൃത്തുക്കൾക്കും ഭർത്തൃമാതാവിനും അയൽവാസികൾക്കുമെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഭർത്താവിന്റെ മരണശേഷം ഇവരിൽ നിന്നുണ്ടായ പെരുമാറ്റങ്ങൾ തങ്ങളെ വല്ലാതെ തളർത്തിയെന്ന് കത്തിൽ പറയുന്നു. കുറിപ്പിൽ പരാമർശിക്കുന്ന ഈ വില്ലന്മാർക്കും വില്ലത്തികൾക്കും എതിരെ അന്വേഷണം ഊർജിതമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇവരിൽ നിന്ന് വരും ദിവസങ്ങളിൽ മൊഴിയെടുക്കും.